ഞാൻ പഠിച്ചൊരു ജോലി ഉണ്ടാക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആശയായിരുന്നു. ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്താ എല്ലാം ശരിയായോ? ഇല്ലമ്മേ, അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. വലിയ ബംഗ്ലാവും കാറും ഒന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങണം. ഒരു ചെറിയ ജോലി, വയസ്സായ അമ്മയ്ക്ക് കുഴമ്പ് ഉരട്ടി കുളിക്കാനുള്ള കാശെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്നുണ്ട്. എന്ത് ചെയ്യാൻ, തലയിലെ വര ശരിയായില്ല. അതെങ്ങനെയാ? മുകളിലിരുന്ന് ഒരാള് കമ്പ്യൂട്ടർ കുത്തി കളിക്കല്ലേ? ഈ ദൈവത്തിന്റെ ചില കളികളുണ്ടല്ലോ, ബഹിരസാ. ആരും ഇല്ലാത്തപ്പോ മനസ്സിൽ തോന്നുന്നു മുഴുവൻ ഞാൻ ഇവരോട് പറയാറുണ്ട്. ചിലപ്പോ വന്നിരുന്ന് കരയാറുണ്ട്. അർഹിക്കാത്തതൊക്കെ തരിക, എന്നിട്ട് വിചാരിക്കാത്ത നേരത്തെ തിരിച്ചെടുക്കുക. ഒന്നുമില്ല, ഒരു ചെറിയ വിശേഷം. എന്റെ അമ്മ മരിച്ചുപോയി. തലവേദനയാണ്, കുളിമുറിയിൽ വീണു എന്നൊക്കെ വിളിച്ചറിയിക്കാൻ നാട്ടിലെനിക്കിനി ആരുമില്ല. പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് മണ്ണും ചെളിയും പുരണ്ട തുണിയായിട്ട് അമ്മ ഓടി വന്ന് ക്ലാസ് റൂമിന്റെ ജനാലക്കിൽ നിന്ന് വിളിക്കും, മോനെ ഉദയാന്ന്. എന്നിട്ട് ലോട്ടറി കിട്ടിയ ഭാവത്തോടെ ആ മുഷിഞ്ഞ നോട്ട് ചില്ലറൊക്കെ എന്തേലും വെച്ച് തരും. അനുഭവിക്കുമ്പോ ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങള് പിന്നീട് ഓർക്കുമ്പോ വെറും കഥകളാ, ഒരു കാര്യമില്ലാത്ത കഥകൾ. അപ്പൊ താനിനി എങ്ങോട്ടാ പോവാ? എങ്ങോട്ടെങ്കിലും പോണം. നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന ഭ്രാന്തായി പോവും. ഉള്ളു മുഴുവൻ വിങ്ങിപ്പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ അച്ഛന് വയ്യ. ഇപ്പൊ ആ സങ്കടം ഈ നെഞ്ചിനകത്ത് മാത്രമേ ഉള്ളൂ, അത് മതി. മനസ്സിൽ നിന്ന് നല്ലതൊക്കെ എവിടെയൊക്കെ പോയി. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ വേദനിക്കാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ?